മലയാളത്തിൽ നൈല നമ്മളെല്ലാവരും കണ്ടത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് റെവല്യൂഷൻ ഈ ഇടയ്ക്ക് മലയാള സിനിമയിൽ സംഭവിച്ചു. ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് റെവല്യൂഷൻ നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചപ്പോൾ അതിനകത്ത് മുന്നിൽ നിന്നും നയിക്കാൻ നമ്മുടെ മമ്മൂക്ക ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഹൃദയത്തോട് ചേർത്ത് വെച്ചു മലയാള സിനിമയുടെ തന്നെ ഭ്രമയുഗത്തെ. ആ ഭ്രമയുഗത്തെ ബേസ് ചെയ്ത് ഒരു ചെറിയ സ്പൂഫ് നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ അഭിനയിക്കാനായിട്ട് നമ്മുടെ ടിനി ടോം എത്തുന്നുണ്ട്, നമ്മുടെ ബിജുക്കുട്ടൻ എത്തുന്നുണ്ട്, നമ്മുടെ ഹരീഷ് കണാരൻ എത്തുന്നുണ്ട്. മാത്രമല്ല ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം വളരെ കൃത്യമായിട്ടൊന്ന് വരച്ച് കാണിക്കാൻ ശ്രമിച്ചിട്ടുമുണ്ട്. അപ്പോൾ നല്ല കൈയടിയോടുകൂടി അവരെ സ്വാഗതം ചെയ്യാം പ്ലീസ്. ഇന്നിതിപ്പോൾ 100ാമത്തെ തേങ്ങയാ. അതെങ്ങനെയാ ഒരു പാര വാങ്ങിക്കാന്ന് കരുതിയ ഇവിടെ നിന്ന് പുറത്തു പോകാനായിട്ട് അനുവാദമില്ലല്ലോ. ആരാ? എന്താ ഇവിടെ? ആർത്തി. ആർത്തിയോ? പേടിച്ചിട്ടാ. സ്ഥാനാർത്ഥി വോട്ട് ചോദിക്കാൻ വേണ്ടി വന്നതാ. ഇതല്ലേ ഈ പെടുമന്മന? അതെ, ഒരുപാട് പെടുമരണങ്ങൾ താമസിച്ചിരുന്ന മന, പെടുമൺമന. ഇപ്പോൾ ഇവിടെ താമസിക്കുന്നത് പെടുമരണങ്ങളിൽപ്പെട്ട ഒരു മാരണമാണ്. അയാള് നമ്മളെ പാർട്ടിയാണോ? അല്ല, നമ്മളെല്ലാം അയാളുടെ പാർട്ടി. മനസ്സിലായില്ല. അതെല്ലാം വഴിയേ മനസ്സിലായിക്കോളും. മുറുക്കാൻ ചുണ്ണാമ്പ് വേണ്ടേ? ചുണ്ണാമ്പിട്ട് മുറിക്കുക, തുപ്പുമ്പോൾ ചുവപ്പ് കളറായിരിക്കും. ഈ മന ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലേ? ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിലും ഒന്ന് വൃത്തിയാക്കി ഇട്ടൂടെ? ഇവിടെ മൊത്തം കാട് പിടിച്ച് കിടക്കുകയാണല്ലോ. നിങ്ങളുടെ ഭരണം പോലെ തന്നെ വികസനമില്ല. അല്ല, സ്ഥാനാർത്ഥിയായിട്ട് നിങ്ങളുടെ കൂടെ അണികളൊന്നുമില്ലേ? ഉണ്ടായിരുന്നു. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു പെണ്ണ് വിളിച്ചു. അപ്പൊ എന്റെ പാർട്ടിയിൽ നിന്ന് കാല് മാറി ഓളെ കൂടെ പോയി. ഇപ്പൊ അതാണല്ലോ ട്രെൻഡ്. ആരാ അവിടെ? ഞാൻ വന്നത് അകത്തറിഞ്ഞല്ലോ. ദിവ്യനല്ലേ? ദിവ്യനൊന്നുമല്ല, അതിനാ CC ക്യാമറ വെച്ചിരിക്കുന്നത്. ഒരു അതിഥിയുണ്ട്. കാട്ടിക്കൊണ്ട് കളയ. അതെന്താ അങ്ങനെ? അതിഥികളെ കാട്ടിക്കൊണ്ടേ കളയണമെന്നാണല്ലോ വാവാ സുരേഷ് പറഞ്ഞിരിക്കുന്നത്. അതിന് ഞാൻ പാമ്പല്ലല്ലോ. താൻ പാമ്പല്ല, ഓന്തല്ലേ? നിക്കണോ നിപ്പിൾ നിറമാറുന്ന ഓന്ത്? നേരെ നോക്കുക. അതെങ്ങനാ? ജയിച്ചു പോയിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ലല്ലോ. അതിന്റെ ജാള്യത കാണും. അത് നാണുള്ളവർക്കല്ലേ. ഇങ്ങോട്ട് നോക്കുക. വളരെ കാലത്തിന് ശേഷം ഒരതിഥി എത്തുന്ന മഹത്തായ ദിവസം. ഈ മനക്കിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഇലക്ഷന് ഇവിടെ വന്ന് നേരിട്ട് വോട്ട് ചോദിക്കാൻ പറ്റിയില്ല. ഓ, ആ ഐസിന്റെ ഒരു ബലം. ഇങ്ങനെ ചിരിച്ച് കൈകൂപ്പി പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫ്ലെക്സ് പുറത്ത് ഞാൻ കണ്ടിരുന്നു. തൻ്റെ അത് വോട്ട് കിട്ടാൻ വേണ്ടി എല്ലാരെയും ചേർത്ത് ഇങ്ങോട്ട് പിടിച്ചിരിക്കുന്നതാ. ജയിച്ചു കഴിഞ്ഞപ്പോ ആ കൈകൂപ്പിൽ ഇങ്ങോട്ട് മാറിയിരുന്നു. അത് പിന്നെ ജയിച്ചു കഴിഞ്ഞപ്പോ ചേർത്ത് പിടിച്ച എല്ലാവരെയും കൂടി പുള്ളിക്കാരൻ ഇങ്ങോട്ട് മാറ്റി നിർത്തിയതാ അല്ലേ? തനിക്കപ്പോ വോട്ട് വേണം അല്ലേ? എന്താ ചിഹ്നം? മുട്ടങ്കലം. അപ്പോ പൊട്ടൊന്നുറപ്പായി. അതെ, തനിക്ക് പാട്ട് പാടാൻ അറിയോ? ജയിക്കാൻ വേണ്ടി പാട്ടല്ല, കാലകത്താതെ മോഹിനിയാട്ടം വരെ കളിക്കാം. ആണിങ്ങനെ മോഹിനിയാട്ടം കളിക്കുന്നത് അകത്താർക്ക് ഇഷ്ടമല്ല. അപ്പൊ എന്ത് ചെയ്യും? അതിന് ഉടൻ തന്നെ ഒരു കുഴിയെടുക്കും. അതോടെ ആ പ്രശ്നം തീരും.
ഇപ്പോ ഇയാൾക്കുള്ള കുഴി എടുക്കട്ടെ? വേണ്ട, ആദ്യം അയാൾ പാടട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. എന്നാ പാടുക. പൊട്ടിപ്പൊളിഞ്ഞോരി റോഡെല്ലാം ടാർ ചെയ്യാൻ മുട്ടൻ കാലത്തിനോരൊട്ടു നൽകൂ. കെട്ടിക്കിടക്കുന്ന പെൻഷൻ നൽകാനായി മുട്ടൻ കാലത്തിനോരൊട്ടു നൽകൂ. 14 ജില്ലയിലും മെട്രോ വരാനായി മുട്ടൻ കാലത്തിനോരൊട്ടു നൽകൂ. മുട്ടൻകാലം എൻ്റെ മുട്ടൻകാലം. ഇനി കുഴി എടുക്കാലോ? വേണ്ട, ഇയാൾക്ക് അടുക്കള കാണിച്ചു കൊടുക്കുക. എന്താ ചിഹ്നെന്നാ പറഞ്ഞേ? മുട്ടൻകലം. ആ കല എടുത്തു കൊടുക്കുക. ഓ, അതെന്തിനാ? ആ കലത്തില് അരിയിട്ട് പണി തുടങ്ങുക. അയ്യോ, മൻമഥൻ പോറ്റി, കഞ്ചി വെക്കാനോ? ഞാനോ? ഞാൻ സ്ഥാനാർത്ഥിയാ. ജയിപ്പിച്ചു വിട്ടാ പിന്നെ 5 കൊല്ലത്തേക്ക് എൻ്റെ ഒരു ശല്യം ഉണ്ടാവില്ല. നിർത്തുക. ഒരാൾക്ക് 2 തവണ അബദ്ധം പറ്റില്ല. അടുക്കളയിലേക്ക് പോവുക. അല്ല, ഞാൻ അടുക്കളയിൽ. മിണ്ടണ്ട, മിണ്ടിയ കുഴി എടുക്കാൻ പറയും. ഇവിടെ വരിക. എനിക്ക് വോട്ട് വേണ്ട, ഞാൻ തിരിച്ചു പോയിക്കോളാം. ഈ മനയിൽ കയറിയ പിന്നെ ഒരു തിരിച്ചുപോക്കുണ്ടാവില്ല. അത് തന്നെയല്ല, എനിക്ക് കുറച്ച് റെസ്റ്റ് വേണം. ഇടുവാ. ഈശ്വര, പെട്ടല്ലോ. താൻ ഇത്രയും കാലം ജനങ്ങളെ പെടുത്തിയിട്ടല്ലേ ഉള്ളൂ. പിന്നെ ഈശ്വരന്റെ പേര് അതിവിടെ മിണ്ടിപ്പോരുത്. അതെന്താ? അതെ, നമ്മുടെ ഈശ്വരൻ നമ്പൂതിരി കുറച്ച് ക്യാഷ് കൊടുക്കാനുണ്ട്, അതിന്റെ ചുരുക്കം. എന്നാലും വല്ലാത്തൊരു പണിയായിപ്പോയി. ഇങ്ങനെയാണെങ്കിൽ ഞാൻ വോട്ട് ചോദിക്കാൻ വരൂലേന്ന്. എടാ, നിനക്ക് ഞാൻ ആരാണെന്ന് മനസ്സിലായ? ഈ മനേന്റെ ആളല്ലേ? ഞാനോ? ആ? എടാ, 5 കൊല്ലം മുമ്പ് നിന്നെ പോലെ വോട്ട് ചോദിക്കാൻ വന്ന സ്ഥാനാർത്ഥിയാ ഞാൻ. സുഗുണൻ. അന്ന് ഇയാളെന്നൂടെ പിടിച്ചിട്ടതാ. പിന്നെ ഈ അടുക്കളയിൽ നിന്ന് എനിക്കൊരു മോചനം ഉണ്ടായിട്ടില്ലടാ. അയ്യോ, സുഗുണനായിരുന്നു. ഓ, എടാ, എന്റെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയിട്ടാ ഞാൻ നോമിനേഷൻ കൊടുത്ത്. എനിക്ക് ചത്തില്ല. ചത്ത പോലെയാ. എടാ, എനക്ക് അയാളെ പറ്റിച്ച് എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടൂടെ? പറ്റിക്കാനോ? ആ, എടാ, നീ ഇവിടെ കണ്ടതേ സാധാരണ വോട്ടർ പട്ടികയിൽ പേരുള്ളൊരു വോട്ടറല്ല. പിന്നെ? എടാ, ചാത്തനാണ്. ചാത്തൻ. ചാത്തനോ? ഓ, ജനങ്ങളെ പറ്റിക്കുന്ന പോലെ എളുപ്പമല്ല എന്നെ പറ്റിക്കാൻ. ഒരാൾക്ക് 2 തവണ അതൊരു പ്രാവശ്യം പറഞ്ഞതാ. എന്ന് പറഞ്ഞാ ഇതിൽ പറയാൻ വേറെ പഞ്ച് ഡയലോഗ് ഇല്ല. അപ്പൊ ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റൂലേ? രക്ഷപ്പെടണമെങ്കിൽ എന്നെ കളിച്ചു തോപ്പിക്കണം. എന്ത് കളി? കസേര കളി. ആ കസേര ഒരാൾക്ക് ഒരേ സമയം 2 പേരെ കളിച്ചു തോപ്പിക്കാനാവില്ല. അതുകൊണ്ട് ആദ്യം നിങ്ങൾ തമ്മിൽ കളിക്കുക. അതിൽ ജയിക്കുന്നയാളും ഞാനും തമ്മിലാകാം അവസാന വട്ടക്കളി. എന്താ, സമ്മതല്ലേ? എന്നാ തുടങ്ങിക്കൊള്ളുക. ഇവിടുന്ന് രക്ഷപ്പെടാൻ വേറെ ഒരു വഴിയില്ലേ? ഇവിടുന്ന് രക്ഷപ്പെടാൻ ആകെ ഒറ്റ വഴിയേ ഉള്ളൂ. എന്ത് വഴി? ചാത്തന്റെ കയ്യിൽ ഒരു താക്കോലുണ്ട്, അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാം. ആ താക്കോൽ എങ്ങനെ കിട്ടും? ചാത്തൻ നാടൻ പാറ്റടിച്ച് അബോധാവസ്ഥയിൽ കിടക്കുമ്പോഴേ നമുക്ക് ആ താക്കോല് കൈക്കലാക്കണം. അപ്പൊ രക്ഷപ്പെടാം. അയ്യോ, ചാത്തൻ കേട്ട്. മാപ്പാക്കണം. ഞാൻ മദ്യപിച്ച് മയങ്ങിക്കിടക്കുമ്പോ ആ താക്കോലെടുക്കണം അല്ലേ? വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വാറ്റടിച്ച് ഓഫായി കിടന്ന ദിവസമാ നിങ്ങൾ അന്വേഷിക്കുന്ന ആ താക്കോൽ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടമായത്. ആ താക്കോൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്നേ രക്ഷപ്പെട്ടേനെ. നിങ്ങൾക്കറിയോ, അന്നത്തെ ആ സംഭവത്തിന് ശേഷമാ നാടൻ വാറ്റിന് ചാത്തൻ എന്ന് പേര് വീണത്.
നിങ്ങൾ കളിച്ചോളുക. ഈ കളി ഒരിക്കലും തീരില്ല. ഇവരിവിടുന്ന് രക്ഷപ്പെടുകയില്ല. അതുപോലെ തന്നെയാ നിങ്ങളും. ഭ്രമിപ്പിക്കുന്ന മോഹന വാഗ്ദാനങ്ങൾ നൽകി ഇവർ നിങ്ങളെ വെച്ച് ഈ കളികൾ തുടങ്ങിയിട്ട് കാലം കുറയായി. അതുകൊണ്ട് ഈ കാലത്തിന് കലിയുഗം നല്ല പേരിടേണ്ടത് ഭ്രമയുഗമെന്ന. കലിയുഗത്തിന്റെ ഒരു അപഭ്രംശം ഭ്രമയുഗം. Alan Scott Vanida Film Awards 2024 jointly with Amma, powered by Hindware Italian Collection, in association with Mahalakshmi Silks, digital partner MyG.